ഹലോ ഗീസ്, വെൽക്കം ബാക്ക്. ആൻഡ് ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയും, നമ്മുടെ ഈദാണ്. എല്ലാവർക്കും ആദ്യം തന്നെ നമ്മുടെ ഈദ് മുബാറക്. ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. എൻ്റെ ഉമ്മയും ഇളയ സിസ്റ്ററൊക്കെ നേരത്തെ എഴുന്നേറ്റു. ഇനിയിപ്പോൾ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടാം സിസ്റ്റർ അവൾ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അവളാണെങ്കിൽ രാത്രിയെ കയ്യിൽ മറ്റേ അച്ചടിച്ച മൈലാഞ്ചൊക്കെ ഒട്ടിച്ചിട്ട് കിടക്കുകയാണ്. കട്ടിലൊക്കെ നിറച്ച് അതിൻ്റെ പൊടിയായി കാണും. പിന്നെ അവൾ വെളുപ്പാങ്കാലത്ത് 6 മണിക്ക് എഴുന്നേറ്റത് കൈ കളഞ്ഞെന്നൊക്കെ പറയുന്നു. നമുക്ക് എന്തായാലും ചെന്ന് അവളെ വിളിച്ചു നോക്കാം. യേസ്, അവൾ നല്ല ഉറക്കമാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് അവളെ വിളിക്കാം. ഹലോ, എഴുന്നേക്കേ. ഈദ് മുബാറക്. ഉറക്കത്തിൻ്റെ ഇത് മൈലേജ് കേട്ട് വേണ്ടെങ്കിൽ കേസ് നിങ്ങളവളുടെ മൈലാഞ്ചി കണ്ടു കാണും അല്ലേ? ഒന്നുകൂടെ കാണിച്ചേടി. വേണ്ട കേസ്, ഇവിടെ മൈലാഞ്ചി ഈ ഭാഗത്ത് അത്ര തെളിച്ചില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ പിന്നെ നല്ല തെളിച്ചുകൊണ്ട്, പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ പറ്റിയൊക്കെ ഇരിക്കുന്നു. ഈ ഭാഗത്ത് അത്ര തെളിച്ചില്ല. മറ്റേ അച്ചടിക്കുന്ന ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന രീതി തന്നെ ഇരിക്കുക. ഈ ഭാഗത്ത് ഇവിടെയൊക്കെ സ്പ്രെഡായി. ഞാൻ ഇവളുടെ അടുത്ത് ഇന്നലെ പറഞ്ഞെങ്കിൽ നല്ലോണം കിടക്കത്തില്ല, പല കോലത്തിലല്ലേ കിടന്നുറങ്ങുന്നേ. ഈ സ്നാപ്പ് പലൊന്നും തേച്ചിട്ടില്ല. എൻ്റെ ഉമ്മ കുളിക്കാൻ കയറി. അപ്പോൾ ഉമ്മ ഇറങ്ങിയിട്ട് വേണം എനിക്ക് കയറി പല്ലൊക്കെ തേച്ച് കുളിച്ചിട്ട് പെരുന്നാളൊക്കെ നിസ്കരിക്കാൻ. ഇതാണ്ട് നമ്മുടെ കൊച്ചു ഗുരുപ്പ് കൂടെ ഉണ്ട്. ഈദ് മുബാറക്ക് പറയാനേ. ഈദ് മുബാറക്. ശരിക്കും ഈദ് മുബാറക്. ടോയ്സൊക്കെ വെച്ചിട്ടോ. ഈദ് മുബാറക്, ഈദ് മുബാറക്, ഈദ് മുബാറക്. അവൾ ഈദ് മുബാറക്ക് പറഞ്ഞു കാണും. ഇനിയും കാടി എവിടെ പോണ്? ഇവള് ഉറക്കം എഴുന്നേറ്റ് ഉറക്കപ്പിച്ച് എവിടെയോ ഹാളിലോട്ട് നടന്നൊക്കെ പോവുകയാണ്. ഈദ് മുബാറക്. ഈദ് മുബാറക്ക്. ഇവിടെ വന്നിരി. അപ്പോൾ നമ്മുടെ ഈദ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ഇവിടെ വെച്ചിട്ടല്ല ഈദ് ആഘോഷിക്കുന്നത്. ഞങ്ങളാണെങ്കിൽ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോവും. ഇപ്പോൾ എൻ്റെ ഈദിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഞങ്ങൾ ഉമ്മയുടെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകിട്ടാണ് എവിടെയെങ്കിലും ഇച്ചിരി സൂര്യാസ്തമിക്കുന്ന ടൈമിൽ കറങ്ങാറ്. പിന്നെ ഇപ്പോഴേക്കും മഴയൊക്കെയാണ്. ഇപ്പോൾ ഇതുവരെ മഴയൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെയൊക്കെ രാത്രി നല്ല മഴയായിരുന്നു. സോ നമുക്കപ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഉമ്മ ഇറങ്ങിയോ നോക്കട്ടെ. ഉമ്മ ഇറങ്ങിയൊന്നും കാണത്തില്ല. എന്തായാലും ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് പെട്ടെന്ന് വരാം. നമുക്ക് വാ എടി കുരുട്ടെ വാ. ഇത് ഇവിടെ ഉണ്ട് ഗീസ്. തലങ്ങണിയുടെ ഇടയിൽ എന്തൊക്കെയോ തപ്പയാണ് കൈയിട്ടിട്ട്. ഫോൺ കണ്ട അപ്പം ആവശ്യമാണ് ആൾക്ക്. ഇപ്പം ഞങ്ങൾ ഹാളിലോട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പല്ല് തേച്ചു, ഫേസ് കഴുകി. ഇനി ഇപ്പോൾ റൂമിലാണ്. അവളാണെങ്കിൽ ഇപ്പോൾ പല്ലേക്കാൻ ബാത്റൂമിൽ കയറി. അവൾ ഇറങ്ങിയിട്ട് ഞാൻ കയറി കുളിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് അവളോട് ചോദിക്കാം. എന്തായാലും ഇറങ്ങാറാണ്. എടി ഇറങ്ങാറായ പല്ല് തേച്ചിട്ട്? ഇപ്പോൾ കുളിക്കരുത്. നീ ഇറങ്ങിയിട്ട് ഞാൻ കുളിച്ചിട്ട് നീ കയറിയാൽ മതി. ഓക്കെ? ഇനിയാണെങ്കിൽ ഞാൻ കുളിക്കുന്നതിന് മുന്നേ അവള് ചിലപ്പോൾ കുളിക്കും. അപ്പോഴത്തെ ഇവള് കുളിക്കുമെങ്കിൽ 2 മണിക്കൂർ എടുത്തിട്ടായിരിക്കും ഇവള് കുളിക്കുന്നത്. ബാക്കിയുള്ളവർ ഇവിടെ ഇരിക്കേണ്ടി വരും. ഇതാണ് ഇവളുടെ സ്വപ്നം. ഇറങ്ങി ടവലെടുത്ത് തരാം.
ആ പുറത്താണല്ലോ പോയി. എൻ്റെ രൂപനും പുറത്തെങ്ങാണ്ട കഴുകിയിട്ടെങ്ങാണ്ട. ഗേസ് അപ്പം ഞാൻ കുളിച്ചു, ഫ്രഷായി. രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും ചിക്കൻ കറിയുമായിരുന്നു. ഇതാണ് ഗേസ് ഇവളുടെ ഔട്ട്ഫിറ്റ്. ഒരു ബ്ലാക്ക് ഷൂസ് ആൻഡ് ഒരു കോട്ടും പിന്നെ അതിൻ്റെ അകത്തൊരു ടീഷർട്ട്. ഇതാണ് മുകളിലോട്ട് നോക്കിയേ. ഇതാണ് ഇവളുടെ ഔട്ട്ഫിറ്റ്. ഇനി ഞാൻ നമ്മുടെ കുഞ്ഞിക്കുട്ടിയുടെ ഔട്ട്ഫിറ്റ്. ഇത് ഞങ്ങൾ ബാൽക്കണിയിലാട്ടോ വയ്ക്കുന്നത്. അവൾ കാണിച്ചു. അതുകൊണ്ട് ഗേസ് ബാൽക്കണിയിലെ വിൻഡോ വഴിയാണ് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ റൂമിലേക്ക് അവൾ നടന്ന റെഡ് ഫ്രോക്കും പിന്നെ ഒരു ഷൂസുമാണ്, പി വയ്ക്കുന്ന ഷൂസ്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ മുടി ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ ചീപ്പൊക്കെ എടുത്ത് വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മുടി ഉണങ്ങിയാൽ കെട്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ടക്കാവിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ടും വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഈദ് പ്രിപ്പറേഷൻസൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. തൊണ്ട അടച്ചിരിക്കുകയാണ് ഗീസ്. നിങ്ങളുടെ ഈദ് പ്രിപ്പറേഷൻസൊക്കെ എങ്ങനെയാണെന്ന് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ചെന്നതിന് ശേഷം നമ്മൾ കാണാം. ഓക്കെ. അപ്പോൾ ഗെയ്സ് ഞങ്ങളിവിടെ എത്തിയിട്ട് ഞങ്ങൾ എത്തിയത് ഉച്ചയാവുന്ന ഒരു ടൈമായിരുന്നു. ഇപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ടൈമൊന്നും നല്ല കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് മന്തിയൊക്കെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വൈകിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഭയങ്കര ഇടിയും മിന്നലും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റിയില്ല. ഇപ്പോൾ നാളെ എങ്ങാനും പോകുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബായ് പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വിചാരിക്കുന്നു. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചത് എൻ്റെ ബ്രദറിനെയാണ്. അവൻ നല്ലൊരു ആർട്ടിസ്റ്റാട്ടോ. അവന് കുറേ ഡ്രോയിങ് ബുക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഇങ്ങനെ ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും പുതിയ പുതിയ ഡ്രോയിങ് ബുക്ക് മേടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് ഡ്രോയിങ് ബുക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്, നല്ല വലിയ. ഇതുവരെ എനിക്ക് മേടിച്ച ഡ്രോയിങ് ബുക്ക് എല്ലാം മീഡിയം സൈസായിരുന്നു. ഇത് ഇച്ചിരി കൂടെ വലുതാണ്. അവൻ വരയ്ക്കുന്ന പടങ്ങളെന്ന് പറഞ്ഞാൽ കൂടുതലും കാറ് അങ്ങനെ കുറേ പടങ്ങളാണ് വരയ്ക്കുന്നത്. ഫോണിൽ നോക്കിയിട്ടും അല്ലാതെ TV കണ്ടുമൊക്കെയാണ് ഡ്രോയിങ് ചെയ്യുന്നത്. നല്ല ആർട്ടിസ്റ്റ് എന്ന് പറയാം കേട്ടോ. അപ്പം ഞാൻ അവൻ്റെ വീഡിയോസ്, അവൻ്റെ ഡ്രോയിങ്സൊക്കെ ഞാൻ കാണിച്ചു തരാം. ഗേസ് ഇവനാണ് ഞാൻ പറഞ്ഞ ആൾ. അപ്പോൾ ഇവൻ്റെ ഡ്രോയിങ്സാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോണത്. ഗേസ് ഞാൻ ഇപ്പോൾ കാണിച്ച ഇവൻ്റെ ഈ ഡ്രോയിങ്സിന് ചിലത് കൊളായും പോയിട്ടുണ്ട്. അപ്പോൾ അവൻ പറയാണ് അതൊന്നും കാണിക്കണ്ടെന്ന്. ഞാൻ എന്നാലും അത് കാണിക്കണം. ഗെയ്സ് എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇച്ചിരി ഡ്രസ്സ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ഡ്രസ്സ് ചീത്താക്കണ്ടെന്നും പറഞ്ഞ് നാളെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇടാമല്ലോ. അതുകൊണ്ട് ഞാൻ വീട്ടിലിടുന്ന ഒരു ഡ്രസ്സ് എടുത്തിട്ടു. ഇവനാണെങ്കിൽ കണ്ണാടി നോക്കിയിട്ട് ചില കോസ്റ്റുകൾ കാണിക്കുകയാണ്. അവിടെ കിടന്ന് കാണിക്കുന്നുണ്ടോ ഗെയ്സ്? ഇവൻ്റെ ഫസ്റ്റ് ഡ്രോയിങ് ആണിത്. ഇവിടെയൊക്കെ മായ്ച്ച് കൊളാക്കി വെച്ചേക്കാണ്. ഇതാണ് സെക്കൻഡ് ഡ്രോയിങ്. ഇതൊരു കാറിൻ്റെ പകുതിയായിട്ട് വരച്ച് വെച്ചേക്കാണ്. ഇതാണ് ഗേസ് തേർഡ് ഡ്രോയിങ്. ഇതൊരു ഗോകുവിൻ്റെ പകുതി വരച്ചേക്കാണ്. ഇത് നമ്മുടെ ഫോർത്ത് ഡ്രോയിങ് ആണ്. ബുഗാട്ടിയാണ് വരച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവൻ കൈനെ ഈ കളറിംഗ് ബുക്കിനൊക്കെ നല്ല രീതിയിൽ പടം വരച്ചിട്ടുണ്ട്. ഇതിനെക്കാട്ടി നല്ല രീതിയിൽ പടം വരച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നെക്സ്റ്റ് കാറ്. ഇതാണ് ടൊയോറ്റോ. ഇതെനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാണ്. ഇത് തന്നെ അവന് കഴിഞ്ഞ പ്രാവശ്യത്തെ ഡ്രോയിങ് ബുക്കിലും വരച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമായിട്ടാട്ടോ വരച്ചത്. ഇപ്പം ജസ്റ്റ് മായ്ച്ചൊക്കെ ഇവിടെ ഇതായിട്ടുണ്ടോയെന്ന് തോന്നുന്നു. ഇത് ഒരു റോസാപ്പൂ അല്ലേടാ? ഇത് നമ്മുടെ ബസ് വയനാടൻ. കൊള്ളാം. ഇത് BMW അല്ലേ? നിങ്ങൾക്ക് സൈൻ കാണാൻ അറിയാം. BMW. ഇത് നമ്മുടെ ജോക്കറിൻ്റെ ഒരു പടമാണ്. ഇത് നമ്മുടെ ഗോകുവിൻ്റെ ഫുൾ ബോഡി വരുന്ന, ഫുൾ ബോഡിയല്ല ഫുൾ ഇത് വരുന്നൊരു ഡ്രോയിങ്.
ഇത് നമ്മുടെ വിജയനെ വരച്ചാണ് ഗേസ്. ഇതിൻ്റെ താടി ഷെയ്ഡ് ചെയ്ത് കുളമാക്കി. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഡ്രോയിങ് ബുക്കിലെ ഡ്രോയിങ്സിനൊക്കെ ഇവൻ നല്ല രീതിയിൽ പടം വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലെന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഇത് വീണ്ടും വയനാടിൻ്റെ ഒരു ബസ് വരച്ചാണ്. ഇതെനിക്ക് കഴിഞ്ഞ ബസ്സിനെ കാട്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടാണ്. നല്ല മോഡിഫൈ ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ അവൻ ചുമ്മാതെ വരച്ചാട്ടോ. ഇതൊക്കെ ചുമ്മാ വരച്ചാണ്. ഈ കാർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗേസ്. BMW ആണ്. അടിപൊളി കാറ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതേണ്ട അവൻ വരച്ചിട്ടില്ല. അവനാണെങ്കിൽ ഇനി ഫോണ് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു വരയ്ക്കാൻ. അപ്പോൾ അടുത്ത ഗേസ് ഇതിവൻ്റെ കഴിഞ്ഞ വട്ടത്തെ ഡ്രോയിങ് ബുക്കാണ്. ഇത് ഇളവിയിട്ട് ഒട്ടിച്ചൊക്കെ വെച്ചേക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിലുള്ള പടമൊക്കെ കാണാം. ഇതൊക്കെ ഇത് സൂപ്പർ കാറ് പറഞ്ഞ ലംബോർഗിനി ആട്ടോ. എനിക്ക് അറിയാത്തതുകൊണ്ട് സൂപ്പർ കാറെന്ന് പറഞ്ഞത്. എടാ നീ എന്തിനാടാ രഹസ്യമായിട്ട് പറയുന്നത്? ഓപ്പണായിട്ട് പറഞ്ഞോ. ഇനി അടുത്തുള്ളത് നമ്മുടെ ഒരു സൂപ്പർ ബൈക്കാണ്. ഇതിൻ്റെ പേരൊന്നും അവനിക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം സൂപ്പർ ബൈക്ക് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. നല്ല ഷെയ്ഡിങ് ഒക്കെയാണ്. ഇത് നമ്മുടെ BMW ആണ്. BMW ഇച്ചിരി ഇവിടെ ഈ ഭാഗത്ത് ഞാൻ ചരിഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നു. ഇത് BMW ഓൾഡ് ടൈപ്പ് എന്നാട്ടോ അവൻ പറയുന്നത്. യെസ്, ഇവൻ ഇച്ചിരി ഇൻട്രോവേർട്ടാണ്. വീട്ടിലൊക്കെ നല്ല എക്സ്ട്രോവേർട്ട് ആണെങ്കിലും പുറത്ത് ഇൻട്രോവേർട്ടാണ്. അതുകൊണ്ടാണ് എല്ലാം എൻ്റെ ചെവിയിൽ വന്ന് അടക്കം പറയുന്ന കണക്കാണ് ഇവൻ പറയുന്നത്. ഇത് കേസ് അയൺമാൻ ഇവൻ നല്ല രീതി വരച്ചിട്ടുണ്ടായിരുന്നു. ഇതാ കളറടിച്ച് കൊളാക്കി വെച്ചേക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഇവൻ വരച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇവൻ കൂടുതലും വയനാടിൻ്റെ ബസ്സാണ് വരച്ചേക്കുന്നത്. ഇതിൽ ബ്ലൂ പെന്നൊക്കെ വെച്ച് ഒരുമാതിരി ആക്കിയേക്കും. സൂപ്ര കുഴപ്പമില്ല, സൂപ്ര കൊള്ളാം. ഷെയ്ഡ് ഇത് നമ്മുടെ ഡോർജാണ്. എടാ നീ ഓപ്പണായിട്ട് പറഞ്ഞോ, എന്തിനാ ഈ അടക്കം പറയുന്നത്? ഇത് നമ്മുടെ ഡോർജാണ്. ഇത് ജോക്കറിനെ തന്നെ വരച്ച് ഇത് നല്ലോണം വരച്ചാണ് ഗേസ്. കണ്ടില്ലേ ഒരുമാതിരി കളറെടുത്ത്. ഇവൻ്റെ പല ഡ്രോയിങ്ങും കളറെടുത്ത് അടിച്ച് കുളമാക്കി വെക്കും. ഇവൻ്റെ സൈനാണ് ഗേസ് ഇവിടെ കാണുന്നത്. എല്ലാ ഇത് വരച്ചിട്ട് ഇവൻ സൈൻ ഇടും ലാസ്റ്റ്. എല്ലാ പേജിലും ഉണ്ട്, കണ്ടില്ലേ? ഇത് അടുത്ത നമ്മുടെ ടൊയോറ്റോടെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഡ്രോയിങ് കണ്ട അതേ ടൊയോറ്റോ ആണ്. പക്ഷെ കഴിഞ്ഞയിലേയും കാട്ടി ഇതിലവൻ നല്ല രീതി വരച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്തുവാടാ? ഇത് ബോയ് ആണോ? കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ഒരു ചെറിയ ഒരു ഡ്രോയിങ്. നേരെ രസമുണ്ടല്ലേ? സ്നോമാൻ, ക്യൂട്ട് സ്നോമാൻ ആൻഡ് ക്യൂട്ട് ക്രിസ്മസ് ട്രീ. കൊള്ളാം. ഇനി ഇത് റോസാപ്പൂണ്. ഇത് കളർ അടിച്ചപ്പോൾ അത്ര കൊള്ളത്തില്ല. ഇവൻ എന്നെ കളർ അടിക്കാതെ കാണിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആണ്. ഇനിയിപ്പോൾ ഇതൊരു വീടും സൂര്യനൊക്കെയാണ്. അയ്യോ ഇതെന്ത് പറ്റി? ഇത് പിന്നെ ഒരു ടെഡി ബിയറാണ്. അടിപൊളിയല്ലേ? അടിപൊളിയല്ല, ഇച്ചിരി കൊണ്ട് ഷെയ്ഡിങ് ഒക്കെ വരാനുണ്ട്. ഇത് നമ്മുടെ ഗോഗു ആണ്. ഇവനൊരു ബിഗിനറാട്ടോ ആർട്ടിസ്റ്റിൽ. അതുകൊണ്ട് തന്നെ അത്ര നല്ലതായിട്ടൊന്നും ആയിട്ടില്ല. ഇത് ഒരു ഫാമിലിയുടെ വരച്ചൊക്കെയാണ്. ബിഗിനർ ആയതുകൊണ്ട് തന്നെ അവൻ അത്ര ആയിട്ടും വന്നിട്ടില്ല. അപ്പോൾ അടുത്തത് നമ്മുടെ ഒരു മിസ്റ്റർ ബീൻ്റെ ആണ്. ആരാ ഡോറി തട്ടുന്നത്? ഗേസ് ഈ മിസ്റ്റർ ബീൻ്റെ ഇവിടെ പേനയുടെ മഷിയാണോ സ്കെച്ചാണോ? ഇത് സ്കെച്ചാണ്. എനിക്ക് അത്യാവശ്യം മിസ്റ്റർ ബീൻ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ മഷിയാക്കിയും കുളമാക്കി, പിന്നെ പേന വെച്ച് കളറടിച്ചും കുളമാക്കി. എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഈ വീഡിയോയിലേക്ക് കാണുന്ന അതേ മിസ്റ്റർ ബീൻ തന്നെ. പിന്നെ ലാസ്റ്റ് ഇത് ലാസ്റ്റ് പേജാണ്. ഇതിൽ വേറെ ഒന്നുമില്ല. അവൻ വേറെ കാറിൻ്റെയൊക്കെ സൈൻ ഇങ്ങനെ എനിക്കറിയാടാ, നീ ഇങ്ങനെ പറയണ്ട. കാറിൻ്റെയൊക്കെ ചിഹ്നം വരച്ച് വെച്ചൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ കഴിഞ്ഞ ഡ്രോയിങ് ബുക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ അത് കളഞ്ഞുപോയി, കീറിപ്പോയി. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായല്ലോ. അപ്പോൾ യേസ് ഇവൻ്റെ കിറ്റ് കാണിക്കുന്നു പറഞ്ഞ് ഭയങ്കര അലമ്പ്. വേറൊന്നുമില്ല യേസ്. വേണ്ടേ, ഇത് നല്ല വാട്ടർ പ്രൂഫാണ്, നല്ല ക്വാളിറ്റി ഉള്ള കിറ്റാണ്. ഇതൊന്ന് തുറന്നേടാ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ തുറക്കൂലെന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ്. വാട്ടർ പ്രൂഫ് ആട്ടോ, നല്ല അടിപൊളി ക്വാളിറ്റി ഒക്കെ ഉള്ള ഇതാണ്. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായതുകൊണ്ട് തന്നെ
എല്ലാവരും സ്കൂൾ ഐറ്റംസ് ഒക്കെ മിണ്ടയ്യടാ സ്കൂൾ ഐറ്റംസ് ഒക്കെ മേടിച്ച് കാണും. ഞാനും മേടിച്ചിട്ടുണ്ട് ബുക്കും പേനയും ബോക്സും ഒക്കെ. പിന്നെ ഇവൻ്റെ ബാഗ് കാണിക്കണമെന്നും പറഞ്ഞ അടുത്ത അലമ്പ്. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഒരു ട്രോളി ബാഗാണ് കേസ്. ആ രസമുണ്ടാണ്, നല്ല വെയിറ്റാണ്. ഈ ട്രോളി ബാഗിന് തന്നെ ഉണ്ട് നല്ല വെയിറ്റ്. അപ്പോൾ ഇതിൽ ബുക്കും കൂടെ വയ്ക്കുമ്പോൾ ഇതിനേയും കാട്ടി നല്ല വെയിറ്റ് ആയിരിക്കും. പിന്നെ ഇത് ട്രോളി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഓട്ടിച്ചുകൊണ്ട് പോകാം. പക്ഷെ സ്റ്റെപ്പിലൊക്കെ പാടാം കേട്ടോ, നമ്മൾ തോളി ഇട്ടുകൊണ്ട് തന്നെ കയറണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗീസ് ഓക്കെ, ബൈ ടാറ്റാ, ബൈ 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 ബൈ. ഇത്ര നേരം അവനിക്ക് വീഡിയോയുടെ മുന്നേ വരണ്ടായിരുന്നു, ഇപ്പോൾ വരാൻ നല്ല ഉഷാറായി. അപ്പോൾ ടാറ്റാ, നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.